നമസ്കാരം, ഇടവേള റാഫിയാണ്. എൻ്റെ നാട് തൃക്കണാപുരത്ത്. രാവിലെ പ്രഭാത വൈബിന് ഇറങ്ങിയപ്പോഴാണ് നല്ല സൂപ്പർ മഴ. കേരളത്തിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും മഴ നടക്കുന്നു. പക്ഷേ അതിൻ്റെ മറ്റൊരു നമുക്കൊരു വിഷമകരമായ വാർത്ത പലയിടത്തും ഇന്ന് രാവിലെയൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന പലയിടത്തും ഈ പുതിയ റോഡുകൾ ഇടിഞ്ഞു ചാടുന്നു, അല്ലെങ്കിൽ അത് എന്താ പറയുക അപകട ഭീഷണിയിലേക്ക് പോകുന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ വലിയ സങ്കടം വരികയാണ്. ഇപ്പോൾ ഈ മഴ വളരെ ശക്തമായി പെയ്ത് തോരാതെ മഴ പെയ്യുമ്പോഴും അത് അപകടത്തിനുള്ള വളരെ സാധ്യത കൂടുതലാണ്. അത്തരം റോഡുകൾ സഞ്ചരിക്കുന്നവരൊക്കെ റോഡിന് ഡൈവേർഷൻ ഉണ്ടെങ്കിൽ ആ ഡൈവേർഷൻ നോക്കിക്കൊണ്ട് കൃത്യമായിട്ട് ഇപ്പോൾ തൽക്കാലം കുറച്ച് വൈകിയാലും കുഴപ്പമില്ല, നമ്മൾ പോക്കറ്റ് റോഡുകളോ സർവീസ് റോഡൊക്കെ ഉപയോഗിച്ചിട്ട് പോകാം. മെയിൻ റോഡ് തൽക്കാലം കയറുക, പക്ഷേ സൂക്ഷിക്കണം എന്നുള്ളത് ഒരു പ്രത്യേക ഉറപ്പെടുത്തലാണ്. ഇപ്പോൾ റാഫ് റോഡ് ആക്ഷൻ ഫോറം എന്ന ഗ്രൂപ്പിൽ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ അത്തരം നിർദ്ദേശങ്ങളൊക്കെ പല സംഭവങ്ങളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകുക. കോരിച്ചൊരിയുന്ന മഴയാണ്. ഓക്കെ, ഒരു അപകടം ഉണ്ടായിട്ട് അതിന് സൊല്യൂഷൻ ആക്കണേക്കാൾ നല്ലത് അപകടം വരുത്താണ്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കാരണം വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളിപ്പോൾ 1, 2, 3 സ്ഥലത്തൊന്നുമല്ല, പല സ്ഥലത്തായിട്ട് റോഡുകൾ ഇടിഞ്ഞു ചാടിയതിൻ്റെ ദൃശ്യങ്ങളും അതിൻ്റെ വാർത്തകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. വളരെ കെയർഫുള്ളായിട്ട് വണ്ടി ഡ്രൈവ് ചെയ്യുക. അതുപോലെ തന്നെ വളരെ സ്പീഡ് കുറച്ച് വളരെ എന്താ പറയുക ഫ്രീ മൈൻഡോട് കൂടി ഡ്രൈവ് ചെയ്ത് പോകുക. അത്രയും അപകടങ്ങൾ നമുക്കിവിടെ ഒഴിവാക്കാം. ഇത് കറക്റ്റ് മഴയും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നത് പ്രവാസികളൊക്കെ കാരണം വെച്ചാൽ പ്രവാസ ലോകത്ത് എല്ലായിടത്തും ചൂടിൻ്റെ ഒരു സാധ്യത തുടങ്ങിയിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്.